അങ്ങനെ ദേ നമ്മൾ കാട്ടിലെ സ്വർണം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ മാസങ്ങളായിട്ട് ഫിനിഷ് ഫോറസ്റ്റുകളിലെല്ലാം തേടി നടന്ന ചാൻഡറൽ എന്നറിയപ്പെടുന്ന മഷ്റൂം. ഫിനിഷുകാർ ഇതിന് കാന്തറല്ലി എന്നാണ് പറയുന്നത്. അതെ, ഏവക്കുട്ടം പറഞ്ഞ പോലെ മാസങ്ങളായിട്ട് നമ്മൾ കാടായ കാടുകളെല്ലാം കയറി ഇറങ്ങുന്നത് ഈ ഒരു മഷ്റൂം തേടിയാണ്. വളരെ അപൂർവവും മാർക്കറ്റിൽ ഇതിന് നല്ല പ്രൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ആളുകൾ രഹസ്യമായി സൂക്ഷിക്കും. സ്വർണ്ണ നിറത്തിൽ കാണാൻ മനോഹരമായി ഈ മഷ്റൂം കാട്ടിലെ സ്വർണ്ണം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ പൊക്കിയെടുക്കാം. സത്യത്തിൽ ഇത്രയും നാൾ ഇതിന് തേടി അലഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതിനു വേണ്ടി ആയിരുന്നില്ല. പക്ഷെ തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെയാണ് ഇത് കിട്ടിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യമാണോ? അതിന്റെ അടിയിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്, ഇനി ആവാനുണ്ട്. അത് കിളിച്ചു വരുന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വരാം. കിളിച്ചു വരുന്നതേ ഉള്ളൂ. ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള പേടിയിൽ 2 ദിവസം കഴിഞ്ഞതാ നമ്മൾ വന്ന് അതും പിച്ചി എടുത്തിട്ടുണ്ട്. ആകെ കുറച്ചേ ഉള്ളായിരുന്നെങ്കിലും ഫ്രഷ് ആയിട്ട് അതിങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണേ. ഒരു പീസ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഏവക്കൂട്ടം എന്താ പിന്നെയും കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടാ ഏവക്കൂട്ട? ആണല്ലേ? ടേസ്റ്റ് കാരണം എന്തേ അച്ചയ്ക്ക് പോലും കൊടുക്കുന്നില്ല. ഫിലൻഡിൽ വന്ന് ഇത്രയും വർഷമായിട്ട് എന്താ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മഷ്റൂം കഴിക്കുന്നത്, അതും വയലിൽ നിന്ന് പിച്ചിക്കൊണ്ടുവന്ന്. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പാടെ ഞാൻ ഒരെണ്ണം ഒറ്റയ്ക്ക് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ അച്ഛനും മോൾക്കും ഒക്കെ കഴിക്കാൻ കൊടുത്തത്. എന്തായാലും നമുക്ക് തെറ്റിയിട്ടില്ല, കറക്റ്റ് മഷ്റൂം തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനിയും കഴിക്കാനുള്ള ആഗ്രഹവും ഉണ്ട്.